ISLലെ ഈ സീസണിലെ ആദ്യത്തെ 3 കളികളിൽ നിന്ന് ഒരു തോൽവി, ഒരു ജയം, ഒരു സമനില. ഇന്ത്യയിൽ ആദ്യമായി കോച്ചിങ്ങിനെത്തിയ സ്റ്റാഹറയാശാന് മോശമല്ലാത്ത തുടക്കം എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു ISLലെ ഈ 3 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു 4 കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന 4 കാര്യങ്ങളെക്കുറിച്ച്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്റ്റാഹറയാശാൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. ആൾ തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് നമ്മുടെ സ്റ്റാർട്ടിംഗ് 11 മാത്രമല്ല, നമ്മുടെ എൻഡിങ് 11 സ്ട്രോങ് ആയിരിക്കണമെന്നാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഇവാനാശാൻ്റെ ഒരു എറയിൽ പ്രധാനമായിട്ടും മിസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 80 മിനിറ്റൊക്കെ ആകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. അതും വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഒരു സൂപ്പർ സബ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അങ്ങനത്തെ ഒരു പ്ലെയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസോ ആരിൽ നിന്നും നമുക്ക് കിട്ടിയതുമില്ല. പക്ഷേ സ്റ്റാഹറയാശാൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ പൊളിയാണ്. അത് ഗെയിമിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫസ്റ്റ് മാച്ചിൽ ഹിമിനസും വിപിനും സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നുണ്ട്. വിപിൻ വന്നതിന് ശേഷമാണ് ആ മിഡിൽ ഒരു കൺട്രോൾ കിട്ടുന്നതും ഹിമിനസാണ് നമ്മുടെ ഏക ഗോൾ എന്ന് പഞ്ചാബിനെതിരെ നേടിയതും. അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ആ മത്സരത്തിൽ തോറ്റുപോയി. എങ്കിലും സബ്ബുകളൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് രണ്ടാമത്തെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിലേക്ക് വന്നാൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പെപ്രയുടെയും അയ്മൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ പിന്നെ ആ ഒരു രണ്ടാമത്തെ ഗോളിലേക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൂടാതെ ഐബാൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനും ഡിഫൻസിന് നല്ല രീതിയിൽ അവസാന ഘട്ടങ്ങളിലെ ഡിഫൻസിനൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മാച്ചിലേക്ക് വരുമ്പോഴും ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് കണ്ടു. പെപ്രയും ഐമനും ഒക്കെ വന്നതിന് ശേഷം ആ ഒരു ഗെയിം കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ അറ്റാക്ക് നടത്താൻ പറ്റിയത് ഒരുപാട് ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഐമൻ്റെ അസിസ്റ്റിലൂടെയാണ് നോവ ആ ഗോൾ നേടിയതും. ഐമന് പിന്നീട് 1-2 ചാൻസ് കിട്ടിയെങ്കിൽ അത് എന്തോ ഭാഗ്യക്കേട് കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. എന്നാലും നല്ല ചാൻസുകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനെല്ലാം കൃത്യമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കണ്ടത്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അത്തരം സൂപ്പർ സബുകൾ ഇനി വരുന്ന മത്സരങ്ങളിൽ ഉണ്ടായിട്ട് കളിയിൽ ഒന്ന് ഗതി തിരിച്ചു വിടാൻ നമുക്ക് പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ ആദ്യം നല്ല രീതിയിൽ കളിച്ച് പിന്നീട് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് കണ്ടത്. ഒരു സമനില ആകാവുന്ന മത്സരം ചിലപ്പോൾ തോൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ജയത്തിലേക്ക് വന്ന് സമനിലയാകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അധികവും നമ്മൾ പിന്നിൽ നിന്നതിന് ശേഷം അടിച്ചു കയറി വന്നതായിട്ടാണ് കാണുന്നത്. സോ അതൊരു നല്ലൊരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വിപിൻ മോഹൻ്റെ പ്രകടനമാണ്. സാധാരണ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഒരു മാച്ചിൽ നല്ല രീതിയിൽ കളിച്ചാൽ പിന്നത്തെ മാച്ചിൽ ഓഫായി പോകും. പക്ഷേ ഈ ഒരു 3 മാച്ചിലും ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ച പ്ലെയർ ആരെന്ന് ചോദിച്ചാൽ വിപിൻ മോഹൻ എന്ന് തന്നെ ഞാൻ പറയും. 3 കളികളും ഒരേപോലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനമാണ് വിപിൻ മോഹൻ കാഴ്ചവെച്ചത്. മിഡിൽ നമുക്കൊരു കൺട്രോൾ കിട്ടുന്നതിന് വിപിൻ മോഹൻ്റെ പ്രകടനം നിർണായകമായിട്ടുണ്ട്. ആളുടെ ഒരു സ്റ്റാറ്റ്സിലേക്ക് വന്നാൽ 95 സക്സസ്ഫുൾ പാസസ്, 4 ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 4 കീ പാസസ്, 15 റിക്കവറീസ് ആൻഡ് 5 ഇൻ്റർസെപ്ഷൻസ്. കൂടാതെ ബോൾ കൃത്യമായിട്ട് കാലിൽ വെച്ച് കളിക്കാനും ഹോൾഡ് ചെയ്ത് കളിക്കാനും ഒരു ഭയമില്ലാതെ ബോളിനെ കൺട്രോൾ ചെയ്ത് കളിക്കാനും വിപിൻ മോഹന് മിഡിൽ സാധിക്കുന്നുണ്ട്. നമ്മളെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനൊക്കെ സാധിക്കാത്ത ഒരു കാര്യം വിപിൻ മോഹന് മിഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആൾ ഇതേ പ്രകടനം തുടർന്ന് നമുക്ക് ഇനിയും ഒരു പോയിൻറ്റ്സ് ടേബിളിൽ നല്ലൊരു നിലയിലെത്താൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇനി മറ്റൊരു പ്ലെയർ നമ്മൾ എടുത്തു പറയേണ്ടത് പ്രീതം കോട്ടാലാണ്. കഴിഞ്ഞ സീസണിൽ വളരെ പ്രതീക്ഷയോടെ നമ്മൾ കൊണ്ടുവന്ന താരമാണ്. സഹലും പ്രീതം ഒരു സാപ്പിഡിയിലൂടെയാണ് മോഹൻ ബഗാനിൽ എത്തുന്നത്. പക്ഷേ മോഹൻ ബഗാനിൽ കണ്ട പ്രീതം കോട്ടാലിൻ്റെ ഒരു നിഴൽ മാത്രമാണ് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടത്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണം ആളെ CB പൊസിഷനിൽ നിന്ന് നേരെ RB പൊസിഷനിലേക്ക് കളിപ്പിച്ചു എന്നതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു വിചാരിച്ച പ്രകടനം ആളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ആൾ കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷേ ഈ സീസണിലേക്ക് എത്തുമ്പോൾ തൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ തൻ്റെ യൂഷ്വൽ പൊസിഷനായ CB പൊസിഷനിലേക്ക് ആൾ എത്തിയിട്ടാകുമ്പോൾ മികച്ച പ്രകടനമാണ് 3 കളികളിലും കാഴ്ചവെച്ചത്. ചെറിയ ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നല്ലൊരു പ്രകടനമാണ്. ആ മോഹൻ ബഗാനിലൊക്കെ കണ്ട ആ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന നിലയിലുള്ള ആ ഒരു പ്രകടനം പ്രീതം കോട്ടാലിൽ നിന്ന് ഡിഫൻസിൽ കണ്ടു. വളരെ കമ്മിറ്റ്മെൻ്റായിട്ട് കളിക്കുന്ന ആ ഒരു പ്രീതം കോട്ടാലിനെ നമ്മൾ കണ്ടു. എന്തായാലും ആളിപ്പോഴും വർത്താണ്. ആൾക്ക് ആ ഒരു കളി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ആളെ എന്ന് തെളിയിക്കുകയായിരുന്നു പ്രീതം കോട്ടാൽ. എന്തായാലും ആളുടെ ഒരു സ്റ്റാറ്റ്സിലേക്ക് വന്നാൽ 10 ഇൻ്റർസെപ്ഷൻസ്, 4 ഡ്യുവൽസ് 1, 5 റിക്കവറീസ്, 5 ബ്ലോക്സ്, 12 ക്ലിയറൻസ് ആൻഡ് 1 ചാൻസ് ക്രിയേറ്റഡ്. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു നമ്മളെ ഫസ്റ്റ് ഗോളിൻ്റെ, അത് ഹിമിനസ് നേടിയ ഫസ്റ്റ് ഗോളിൻ്റെ അസിസ്റ്റും പ്രീതം കോട്ടാലായിരുന്നു. ആൻഡ് പിന്നെ അടുത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മുടെ നോഹയുടെ പെർഫോമൻസാണ്.
സാധാരണ നമുക്കറിയാം ലൂണ ഒരു മത്സരത്തിൽ കളിച്ചിട്ടെങ്കിൽ ടീം മൊത്തത്തിൽ ഡൗൺ ആവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ 3 സീസണുകളിലൊക്കെ. അതിൽ ഒരു പരിധിവരെ നമ്മളെ കുറച്ചും കൂടെ ആ രീതിയിൽ അറിയാതെ കളിച്ചത് ദിമിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ സെക്കൻഡ് ഹാഫിൽ ദിമിയൊക്കെ നടത്തിയൊരു പ്രകടനമായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വന്നിട്ടാകുമ്പോൾ ലൂണ ഇല്ലെങ്കിലും നമുക്ക് നോഹയെ ആശ്രയിക്കാമെന്ന് നോഹ തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാച്ചിൽ നമ്മളെ ചില സമയത്തൊക്കെ ഒറ്റക്ക് നമ്മളെ KBFCനെ തൻ്റെ ചുമലിലേറ്റി അദ്ദേഹം പിന്നെ കളിയിലെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമനിലയിലേക്ക് എത്തിച്ചു എന്ന് പറയണം. കഴിഞ്ഞ മാച്ചിലായാലും അതിനു മുമ്പത്തെ മാച്ചിലായാലും ആ ഒരു പോരാട്ട വീര്യം ടീമിലേക്ക് കൊടുത്തത് നോഹയുടെ ഒരു പോരാട്ടം തന്നെയാണ്. ലൂണ എടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വർക്ക് റേറ്റ് നോഹക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ആ പരിക്ക് പറ്റിയിട്ട് പോലും അവസാന നിമിഷത്തിൽ പോലും, അതായത് അവസാന സെക്കൻഡിൽ പോലും ആ ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ നോഹക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു 3-4 ഈ പോസിറ്റീവ് കാര്യങ്ങൾ എന്തായാലും വരും മത്സരങ്ങളിൽ നമുക്കൊരു നല്ല രീതിയിൽ, അല്ലെങ്കിൽ വരും ഈ സീസണിലെ ഇനി മുന്നോട്ട് പോകുന്നവരും നല്ല രീതിയിൽ നമ്മൾ ടീമിനെ സഹായിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും പറയുന്നില്ല. ഞാനൊരു പോസിറ്റീവ് കാര്യം മാത്രമേ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടാതെ നിങ്ങൾ കണ്ടെത്തിയ വേറെന്തെങ്കിലും കഴിഞ്ഞ സീസണുകളിലൊക്കെ നോക്കുമ്പോൾ കൂടുതലായിട്ട് കണ്ട എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.